പയ്യന്നൂർ പാർട്ടിക്കുള്ളിൽ വീണ്ടും വിഭാഗീയത പടർന്നു പിടിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഫണ്ട് തട്ടിപ്പ് വെളിപ്പെടുത്തിയ വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ CPM, കോടിയേരിയെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന പ്രത്യാരോപണവുമായി MV ജയരാജൻ. TI മധുസൂദനന്റെ ഫണ്ട് തട്ടിപ്പിന് കുടപിടിക്കുന്നവർ പാർട്ടിയിലുണ്ടെന്ന് കുഞ്ഞികൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂർ CPMൽ വിഭാഗീയത കത്തിപ്പടരും. പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പിൽ പാർട്ടിക്കെതിരെ പോരിനിറങ്ങിയ കണ്ണൂർ CPIM ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ നേരിടാൻ ഉറച്ച് പാർട്ടി നേതൃത്വം. 2017 മുതൽ പയ്യന്നൂർ CPMൽ കനലെരിയും പോലെ ഫണ്ട് തട്ടിപ്പ് വിവാദമുണ്ട്. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും MLAയുമായ TI മധുസൂദനനെതിരെ 1 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് വി കുഞ്ഞികൃഷ്ണൻ രംഗത്തു വന്നത് കണ്ണൂർ പാർട്ടിയിലെ വിഭാഗീയത വീണ്ടും ഉച്ചസ്ഥായിയിലെത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി വലിയ പരുക്കുകളില്ലാതെ ഒതുക്കാൻ ശ്രമിച്ച പയ്യന്നൂർ ഫണ്ട് വിവാദം തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും കത്തിക്കാൻ ശ്രമിച്ച വി കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കും. നാളെ അഴീക്കോടൻ മന്ദിരത്തിൽ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണനെതിരെ നടപടി സ്വീകരിച്ചേക്കുമെന്നാണ് സൂചന. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ MV ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിൽ ലക്ഷങ്ങളുടെ തിരിമറി നടന്നു. 2016 ജൂലൈ 11 കൊല്ലപ്പെട്ട ധനരാജിന്റെ പേരിൽ പിരിച്ച ഫണ്ട് ചിലവഴിക്കുന്നതിലും വരവ് കാണിക്കുന്നതിലും കൃത്രിമം കാണിച്ചതടക്കമുള്ള ആരോപണമാണ് കുഞ്ഞികൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. കുഞ്ഞികൃഷ്ണനെതിരെ കടുത്ത നടപടി വരുമെന്ന സൂചനകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ പ്രചരിപ്പിക്കുന്നതെന്നും പാർട്ടിയെ തിരുത്താനാണ് ഉദ്ദേശമെങ്കിൽ ഈ രീതി സ്വീകരിക്കില്ലായിരുന്നുവെന്നും MV ജയരാജൻ പറഞ്ഞു. അതേസമയം ഇതിൽ നേരത്തെ തന്നെ നടപടിയെടുത്തിട്ടുണ്ടെന്നാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. നേരത്തെ തന്നെ പാർട്ടി സമഗ്ര അന്വേഷണം നടത്തിയതാണ്. 2 കമ്മിറ്റികൾ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ആരും വ്യക്തിപരമായ ധനാപഹരണം നടത്തിയിട്ടില്ല. പാർട്ടിയുടെ ഒരു ഫണ്ടും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് കണ്ടെത്തിയത്. യഥാസമയം വരവ് ചെലവ് കണക്ക് പാർട്ടിയിൽ കമ്മിറ്റിയിൽ സമർപ്പിച്ച് അംഗീകാരം വാങ്ങുന്നതിൽ ചില വീഴ്ചകൾ സംഭവിച്ചിരുന്നു. അത് കണക്കിലെടുത്താണ് ചില നടപടികൾ സ്വീകരിച്ചത്. ധനാപഹരണം ആരും നടത്തിയിട്ടില്ല. പാർട്ടിയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികളാണ് കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കുഞ്ഞികൃഷ്ണൻ പറയുന്നത് താൻ ഒഴിച്ച് മറ്റെല്ലാവരും കള്ളന്മാർ എന്നാണ്. ഒരു ഫണ്ട് തട്ടിപ്പും ഉണ്ടായിട്ടില്ലെന്നും MV ജയരാജൻ പറഞ്ഞു. അതേസമയം 2021 തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ ഫണ്ട് പിരിവിന്റെ ഉപയോഗിച്ച രസീതുകൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലെന്ന് വി കുഞ്ഞികൃഷ്ണൻ ജയരാജന് മറുപടി നൽകി. രസീതുകൾ തിരിച്ചുവരാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് പാർട്ടിക്ക് പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നേതൃത്വം പറയുന്നതെന്ന് കുഞ്ഞികൃഷ്ണൻ ചോദിച്ചു. എന്നാൽ പയ്യന്നൂരിലെ ഫണ്ട് വിവാദത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ വി കുഞ്ഞികൃഷ്ണൻ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന വൈകാരികമായ ആരോപണം CPM ഉന്നയിച്ചു. പാർട്ടി അണികൾക്കിടയിൽ പോലും ഏറെ സംശയം ജനിപ്പിച്ച വിഷയമായിരുന്നു ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്. ഈ സാഹചര്യത്തിൽ കുഞ്ഞികൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ എക്സ്ക്ലൂസീവായി നടത്തിയ വെളിപ്പെടുത്തലുകൾ പാർട്ടിയെ തകർക്കാനും കോടിയേരിയെ അപമാനിക്കാനുമാണെന്ന പ്രചാരണത്തിന് MV ജയരാജൻ തുടക്കമിട്ടു. വിവാദ വിഷയത്തിൽ വൈകാരികത കുത്തിനിറച്ച് വഴിതിരിച്ചു വിടാനുള്ള നീക്കം വി കുഞ്ഞികൃഷ്ണൻ തിരിച്ചറിയുന്നുണ്ട്. താൻ കോടിയേരിക്കെതിരെ ഒരു ആക്ഷേപവും ഉന്നയിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നത് ഈ സാഹചര്യത്തിലാണ്. അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനായിരുന്നതിനാൽ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ അറിയിച്ചിരുന്നുവെന്നും രേഖാമൂലം എഴുതി നൽകിയിരുന്നു എന്നുമാണ് പറഞ്ഞത്. കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടത് കോടിയേരിയല്ല, ജില്ലാ നേതൃത്വമാണെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഒരു ഏരിയ കമ്മിറ്റി മെമ്പറും 2 ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും ചേർന്ന് കഴിഞ്ഞ ദിവസം തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതിന്റെ വിവരം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ ആളുകളെ വെളിപ്പെടുത്തുന്നില്ലെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു.